എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. ഞാനിന്നുള്ളത് എൻ്റെ നഴ്സറിയിലാണ്. ഞാൻ നഴ്സറിയിൽ എൻ്റെ നിലത്ത് സെറ്റ് ചെയ്ത ഒരു തെയ്യാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ വെങ്ങനപ്പള്ളിയുടെ ഒരു തെയ്യാണ് ഈ കാണുന്നത്. ബദാമി എന്നൊക്കെ പറയും. അത്യാവശ്യം മാങ്ങയുടെ വലുപ്പം കണ്ട. ഞാൻ ഇത് നിലത്ത് സെറ്റ് ചെയ്തതാണ്. എൻ്റെ നഴ്സറി ഇതുപോലെയുള്ള 2 പ്ലാന്റുകൾ ഞാൻ എൻ്റെ നിലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നിങ്ങൾ മാങ്ങയായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ മാങ്ങയുടെ വലുപ്പം കണ്ടില്ലേ? ഇതാ കണ്ട നിങ്ങൾ, ഇതാ ഇതൊക്കെ നല്ല രീതിയിൽ കായ്ച്ചൊരു മാവാണ്. ഒരു 5 വർഷത്തോളമായി ഈ തൈ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട്. ഇത് കണ്ടില്ലേ? നമുക്കിതുപോലെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇതുപോലെ നമ്മൾ നിലത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ താഴെ നിന്ന് തന്നെ വിളവെടുക്കാൻ പറ്റും. നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അത്യാവശ്യം വെങ്ങനപ്പള്ളി മല്ലികയൊക്കെ നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടില്ലേ? നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാ കണ്ട നിങ്ങൾ, ഇതാ 5 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇതാ കണ്ട, നല്ല രീതിയിൽ നമുക്ക് താഴേന്ന് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ മാങ്ങകൾ. ഇതാ ഇവിടെയൊക്കെ കണ്ട, ഇത് കണ്ട നിങ്ങൾ. ഇത് നമ്മുടെ നഴ്സറിയിൽ വെച്ച ഒരു മദർ പ്ലാന്റ് ആണ്. വെങ്ങനപ്പള്ളിയുടെ ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ? നല്ല രീതിയിൽ നല്ലോണം കായ്ച്ചിട്ടുണ്ട്. നമുക്ക് നിലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് മാങ്ങ ലഭിക്കുമെന്നുള്ള പ്രത്യേകതയുണ്ട്. നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഡ്രമ്മിൽ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം നമ്മുടെ ഈ വെങ്ങനപ്പള്ളിയാണ്. വെങ്ങനപ്പള്ളി അധികം ഹൈറ്റിലൊന്നും കയറി പോകാതെ നമുക്ക് പ്രൂൺ ചെയ്ത് ഷേപ്പാക്കി നിലനിർത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് മാങ്ങകൾ ലഭിക്കും. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇത് കണ്ടില്ലേ? നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മാങ്ങ ഉണ്ടാകും എന്നുള്ള പ്രത്യേകത. നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നതിൽ നല്ലത് വെങ്ങനപ്പള്ളി മല്ലിക പോലുള്ള മാങ്ങകൾ നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അതുപോലെ തന്നെ മാങ്ങക്ക് നല്ല വലുപ്പം കൂടുതലുള്ളൊരു മാങ്ങയാണ്. നമുക്കൊരു മാങ്ങ 1 കിലോയോളം തൂക്കം ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ വെങ്ങനപ്പള്ളിക്കുണ്ട്. അതുപോലെ മല്ലികയും വെങ്ങനപ്പള്ളിയും ഞാനിവിടെ എൻ്റെ നഴ്സറിയിൽ നിലത്ത് സെറ്റ് ചെയ്തതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് മല്ലികയുടെ ഒരു തെയ്യാണ്. മല്ലികയുടെ തെയ്യ് കുറച്ച് ഹൈറ്റിലേക്ക് കയറിപ്പോയതുകൊണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ കട്ട് ചെയ്ത് ഞാൻ ഷേപ്പാക്കി നിർത്തിയതാണ്. ഇത് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ്ച്ചൊരു മാവാണ്. ഈ വർഷം ഞാൻ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് പൂത്തിട്ടില്ല. പിന്നെ അടുത്ത വർഷത്തേക്ക് നല്ല വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനൊന്ന് കായ്പ്പിച്ചെടുക്കണം. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ്ച്ചൊരു മാവാണ്. പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് പ്രൂൺ ചെയ്യാതെ വിട്ട് നല്ല രീതിയിൽ നേരെ പോയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് നിലനിർത്തിയതാണ്. അപ്പം ഇതാണ് എൻ്റെ നഴ്സറിയാണിത്. ഇതാ ഇവിടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. കണ്ടില്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇപ്പോൾ അത്യാവശ്യം വലിയ നല്ല ചൂടായതുകൊണ്ട്, അതായത് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷിക്ക് ഒരു പ്രശ്നമുണ്ട്. ചൂട് വേണം. പക്ഷേ നല്ല വെയിലാകുമ്പോൾ ഈ 35 ഡിഗ്രിക്കൊക്കെ മുകളിൽ വരുമ്പോൾ നമുക്ക് ഈ ഇലകൾ മഞ്ഞ കളറായി വരുന്നുണ്ട് ഇതിൻ്റെ തണ്ടിന്. അപ്പം അതിന് ചെറിയൊരു ഗ്രീൻ നെറ്റ് കെട്ടി അങ്ങനെ നിലനിർത്തിയതാണ്. ഇതിൻ്റെയൊക്കെ തൈകൾ, വേര് പിടിപ്പിച്ച തൈകളൊക്കെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. തൈകൾക്ക് വരുന്നത് 100 രൂപയാണ് ചാർജ് വരുന്നത്. മലേഷ്യൻ റെഡ്, അതുപോലെ റോയൽ റെഡ്, മെക്സിക്കൻ റെഡ്, നാച്ചുറൽ മിസ്റ്റിക്, ഇങ്ങനെ 3-4 വെറൈറ്റികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അതിന് വേര് പിടിപ്പിച്ച ഏറ്റവും കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റുന്ന തൈകൾ നമുക്ക് മലേഷ്യൻ റെഡാണ്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലായാലും, അതായത് നമുക്ക് പഴത്തിൻ്റെ വലിപ്പം കിട്ടണമെങ്കിലും അത്യാവശ്യം മധുരമുള്ളതുമായ പഴം നമുക്ക് മലേഷ്യൻ റെഡ് തന്നെയാണ്. അപ്പം അതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട്. 100 രൂപയാണ് വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത്. ഇത് അത്യാവശ്യം ഈ വർഷം നമുക്ക് കായ് ആവുന്നുണ്ട്. നമുക്ക് മെയ് പകുതിക്കോട് കൂടിയാണ് ഇതിൻ്റെ മുട്ടുണ്ടാകുന്നതും കായ് ഉണ്ടാകുന്നതും. അതായത് പുതുമഴ കിട്ടണം. 1-2 മഴയ്ക്ക് ശേഷമാണ് ഇത് മുട്ടുകൾ ഉണ്ടാകുക. ഈയിടെ ഒരു മഴ 1-2 മഴ കിട്ടിയതാണ്. പക്ഷേ അധികം ചൂട് കൂടി അതിനുശേഷം മുട്ടുകൾ ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് 1-2 മഴകളൊക്കെ കൂടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കായ്ക്കാൻ തുടങ്ങും. ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. കണ്ടില്ലേ? ഇതാ ഇവിടെ കായ് ആവുന്നുണ്ട്. 2-3 കായ്കളെ ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് വാട്സാപ്പ് നമ്പറാണ്. അതുപോലെ നമ്മുടെ മാവിൻ്റെ തൈകളാണ്. നഴ്സറിയിലുള്ള ബിഗ് സൈസ് മാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. കാലാപ്പാടി, അതുപോലെ R2E2, അതുപോലെ കാട്ടിമൂണ്, മിയാസാക്കി, അതുപോലെ നമ്മുടെ നാംഡോക്കുമായി ഒക്കെ ബിഗ് സൈസ് പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. അതുപോലെ നാംഡോക്കുമായിയുടെ ഇതാ ഒരു ബിഗ് സൈസ് പ്ലാന്റാണ് ഈ കാണുന്നത്. 25 സൈസ് കവറിലുള്ള ബിഗ് സൈസ് പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതുപോലെയുള്ള ഒരു നാസിക് പസന്തിൻ്റെ ഒരു മാങ്ങയാണ് ഈ കാണുന്നത്. ഇത് 30 സൈസ് കവറിലുള്ളൊരു മാവാണ്. ഇതാ ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കായ്ക്കുന്നതാണ്. ഇതാ ഇവിടെയൊക്കെ മാങ്ങ കണ്ടില്ലേ? അതുപോലുള്ള പ്ലാന്റുകൾ നമ്മുടെ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.